മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. രാമനാട്ടുകര സ്വർണ്ണക്കടത്തിന് പിന്നിൽ അമാന ഗ്രൂപ്പ് എന്ന ചരൽ ഫൈസൽ. 2021 ജൂൺ 21 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിലും അമാന ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. മരിച്ചവരുടെ കുടുംബത്തിന് സഹായം നൽകാൻ ഗൾഫിൽ വെച്ച് 4.5 കോടി രൂപ പിരിച്ചെടുത്തു. അമാന ഗ്രൂപ്പ് അംഗം നാദിറിന് രാമനാട്ടുകര കേസിൽ ഉൾപ്പെടെ മുൻകൂർ ജാമ്യം ലഭിച്ചത് പോലീസിന്റെ സഹായത്തോടെയാണ്. രാമനാട്ടുകര സംഭവത്തിന് ശേഷം അമാന ഗ്രൂപ്പ് വലിയ തോതിൽ വളർന്നു എന്നും ഫൈസൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ ചേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ബൊലിയോറോ അടക്കമുള്ള വണ്ടികൾ ഈ ആയങ്കിക്കെതിരെ ഒരു ടോറസ് ഫ്രണ്ടിൽ ക്രോസ് ഇട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാനഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം അമാന ഗ്രൂപ്പ് അവിടെ നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്തോന്ന് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അർജുനായെങ്കിലെ ക്രോസ് ഇടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണത്. അതായത് ഈ ഗ്രൂപ്പ് നിങ്ങളെ മാർക്ക് ചെയ്യാൻ വേറൊരു ഗ്രൂപ്പിനെ ഏർപ്പെടുത്തിയെന്നാണോ സാറേ? ഞാൻ സംശയിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ചോദിക്കുന്നത്. അതാണ് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ ഒരു സ്വാഭാവിക ഒരു മരണം, ആക്സിഡന്റ് ഡെത്ത് എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. എനിക്കതിൽ പരിപൂർണമായിട്ടും വിശ്വാസമല്ല. ആ കേസ് അന്വേഷിക്കണം. 5 മൃതദേഹങ്ങൾ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണാൽ കണ്ടായിരുന്നു. ഓരോ മൃതദേഹങ്ങളും ചെന്നിച്ചിതറിയ കിടക്കുന്നത്. സാറേ, സാധാരണ ഒരു 300 മീറ്റർ വരുന്ന വണ്ടി സ്കിഡായി, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ 5 പേരൊക്കെ പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ സാറേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ഇവരെ മാറ്റി നിർത്തിയതായിരുന്നു. ആരെ? ഈ മരിച്ച 5 പോയ ഞങ്ങളെ സുഹൃത്തുക്കളെ മാറ്റിയാണ് നിർത്തിയത്. നിങ്ങൾ ഇതിലേക്കൊന്നും വരല്ലേ? ആദ്യമായിട്ടായിരുന്നു. അവരാദ്യമായിട്ടാണെന്ന് ചോദിച്ചാൽ അതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹുസൈനാരെന്നൊക്കെ പറഞ്ഞു. അവൻ ആദ്യമായിട്ടാണ്. അവനൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമാന ഗ്രൂപ്പ് ഈ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം കൊടുത്തു എന്നുള്ളതാണ്. അത് ശരിയാണോ? അത് ശരിയാണ്. ഏകദേശം 4.5 കോടി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ കൂടുതലുണ്ടായേക്കാം. എന്നോട് ഇഷ്ടം പോലെ ആളുകൾ ദുബായ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ രാജ്യത്തു നിന്നല്ല പിരിവ് നടന്നത്. ഏകദേശം 5 മണിക്കൂർ കൊണ്ടാണ് ആ പൈസ പിരിഞ്ഞത്. ഏകദേശം 5 മണിക്കൂർ കൊണ്ടാണ് ആ പൈസ പിരിഞ്ഞത്. അതിൽ വെറും 25 ലക്ഷം രൂപയാണ് അവർ ഈ കുടുംബത്തിന് വേണ്ടി കൊടുത്തത്. അതിൽ ഒരു കുടുംബം ആ കാശ് മേടിച്ചില്ല, നിരസിച്ചു. ഒരു കുടുംബം കാശ് മേടിച്ചില്ല. ഈ പറയപ്പെട്ട ഹുസൈനാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബം ഈ കാശ് മേടിച്ചില്ല. ബാക്കി 4 പേരും മേടിച്ചിട്ടുണ്ട്. ഈ കേസ് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ മുബി എന്ന് പറയുന്ന വ്യക്തി ആദ്യം എടുത്തത് ഒരു ഫോർച്യൂണറാണ്. ആദ്യം എടുത്തൊരു വണ്ടി ഫോർച്യൂണറാണ്. സാറ് ചിന്തിക്കണം, ഈ കുടുംബങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്കുണ്ടായ ലാഭം എന്ന് വെച്ചാൽ നല്ല ലാഭമാണ്. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഈ അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്രൈവറ്റ് ജെറ്റ് വരെ എടുത്തിട്ടുണ്ട്. രാമനാട്ടുകര കേസിൽ ആൻസിപ്പേറ്ററി ബെയിൽ എടുത്ത ഒരാളാണ് നാദിർ ഈ അമാന ഗ്രൂപ്പിൻ്റെ ആളാണെന്നുള്ളതാണ് താങ്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അയാൾക്ക് ആൻസിപ്പേറ്ററി ബെയിൽ കിട്ടിയത്? വേറെ ആളുകൾക്കൊന്നും ആൻസിപ്പേറ്ററി ബെയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഓർഡർ ആയിട്ടില്ല. അപ്പോൾ ഈ നാദിറിന് എന്തുകൊണ്ടാണ് ഈ ആൻസിപ്പേറ്ററി ബെയിൽ ഓർഡർ ആയത്? ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസ് ഒന്ന്. അപ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇവരെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ സംശയിക്കും. പോലീസിന്റെ ഭാഗത്ത് സഹായം കിട്ടിയെന്നുള്ളതല്ലേ പറയുന്നത്? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ സാറേ. അത് ആൻസിപ്പേറ്ററി ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് സഹായം ഇല്ലാണ്ട് ആൻസിപ്പേറ്ററി ബെയിൽ കിട്ടില്ലല്ലോ. അന്ന് സുജിദാസ് ആയിരുന്നു മലപ്പുറം SP ആയിരുന്നതും. അയാൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടതായിട്ട് സംശയിക്കുന്നുണ്ടോ? മലപ്പുറം SP ചാർജ് പുള്ളിക്കായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ ഉറപ്പെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേർന്നു. അരുൺ ശങ്കർ, നമസ്കാരം. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ചരൽ ഫൈസൽ ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്? ഭയം തോന്നുന്നില്ലേ? ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നിട്ട് ഇപ്പോൾ വന്ന ഈ കാര്യങ്ങൾ പ്രതികരിക്കാൻ, മാധ്യമങ്ങളോട് പറയാൻ ഭയം തോന്നുന്നില്ലേ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. കാരണം നമുക്കും അറിയാം, ചരൽ ഫൈസൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ്. പോലീസിന് വളരെ വലിയ പങ്ക് ഇതിന് പിന്നിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. വിശദാംശങ്ങൾ പറയുവാരും. തീർച്ചയായിട്ടും നമുക്കും ഈ സംശയം ഉണ്ടായിരുന്നു. കാരണം ചരൽ ഫൈസൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത്, നമ്മളോട് വന്ന് തുറന്നു പറയുന്നത്, അത് മുഖം പോലും മറക്കാതെ ഇത്ര വലിയ തുറന്നു പറച്ചിൽ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്കും ഉണ്ടായിരുന്നു. ആ ചോദ്യം ചരൽ ഫൈസലിനോട് ചോദിക്കുകയും ചെയ്തു. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. അത് രാമനാട്ടുകര സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള 5 പേരുടെ കൊലപാതകവും മരണവും സംബന്ധിച്ച കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിലേക്ക് തന്നെ നയിച്ചത് എന്നുള്ളതാണ് ചരൽ ഫൈസൽ നൽകുന്ന വിശദീകരണം. അത് ഇങ്ങനെയാണ്. അന്ന് 2021 ജൂൺ 21 തീയതിയാണ് ഈ നാടിനെ നടുക്കിയ, രാജ്യത്തെ തന്നെ നടുക്കിയ
രാമനാട്ടുകര സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഈ സംഘങ്ങൾ തമ്മിൽ, കൊള്ള സംഘങ്ങൾ തമ്മിൽ ചേസ് നടത്തുമ്പോൾ അപകടം സംഭവിക്കുക, അങ്ങനെ ആളുകൾ കൊല്ലപ്പെടുക ഒക്കെ തന്നെ സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നിരത്തിൽ അത്തരത്തിലുള്ള ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള രംഗമാണ് കണ്ടത്. അങ്ങനെ സാധാരണ കുടുംബത്തിലെ പെട്ട 5 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. ചെർപ്പളശ്ശേരി സ്വദേശികളാണ്, പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശികളായ 5 ചെറുപ്പക്കാരാണ് ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവം സംബന്ധിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചരൽ ഫൈസൽ നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ, അതായത് ഈ അപകടവും അതോടൊപ്പം തന്നെ ഇവരുടെ മരണത്തിനും പിന്നിൽ അമാന ഗ്രൂപ്പാണ് എന്നുള്ളതാണ് ചരൽ ഫൈസലിന്റെ ഒരു വെളിപ്പെടുത്തൽ. നേരത്തെ തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിന്റെ പ്രധാനി അമാന ഗ്രൂപ്പാണെന്നുള്ളത് ചരൽ ഫൈസൽ പറഞ്ഞിരുന്നു. ഈ രാമനാട്ടുകര സംഭവത്തിന്റെ പിന്നിലും അവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ചരൽ ഫൈസൽ പറയുന്നത്. അത് അവരുടെ അപ്രമാദിത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചരൽ ഫൈസലിന്റെ ആരോപണം. കാരണം ഈ മേഖലയിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വർണ്ണം പൊട്ടിക്കൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടൊരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഇത്തരം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തതാണെന്നുള്ളതാണ് ചരൽ ഫൈസലിന്റെ ഒരാരോപണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു പുനരന്വേഷണം വേണം. ചരൽ ഫൈസൽ ഈ കേസിൽ പ്രതിയുമാണ്, അതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ കേസിൽ പ്രതിപട്ടികയിലുള്ള ആളാണ്. ഈ സംഭവത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ വെച്ച് ചരൽ ഫൈസലിനെ പോലീസ് കസ്റ്റഡിയിലൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അന്ന് ഈ സ്വർണം കൊണ്ടുവരുന്ന ആളിന് സുരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ചരൽ ഫൈസൽ വിമാനത്താവളത്തിന് പുറത്തുണ്ടായിരുന്നു. പക്ഷേ അയാളെ കസ്റ്റംസ് പിടിക്കുകയും പുറത്തു വരികയും ചെയ്തില്ല. പക്ഷേ ചരൽ ഫൈസലിന്റെ കൂടെ വന്ന ഈ 5 അംഗ സംഘം മറ്റൊരു അർജുൻ നായകരുടെ സംഘവുമായിട്ടൊരു ചേസ് നടത്തുകയും അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു വിഷയമാണ്, അത് അന്വേഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയിട്ട് ഈ അമാന ഗ്രൂപ്പിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ചരൽ ഫൈസൽ നടത്തിയിട്ടുണ്ട്. അത് ഇതാണ്: ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട 5 പേരുടെ കുടുംബത്തിന് ഈ ഗ്രൂപ്പ് ധനസഹായം നൽകി എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് വിദേശത്ത് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തി 5 മണിക്കൂർ കൊണ്ട് ഏകദേശം 4 കോടിയിലധികം രൂപ അതിനുവേണ്ടി പിരിച്ചു. പക്ഷേ ആ 4 കോടിയിൽ 25 ലക്ഷം രൂപ മാത്രമാണ് ആ കുടുംബത്തിന് നൽകിയത്. അത് ഹവാല വഴിയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരു കുടുംബം ഈ പണം കൈപ്പറ്റിയിട്ടില്ല എന്നും ചരൽ ഫൈസൽ പറയുന്നു. അക്കാര്യമൊക്കെ നമ്മൾ 25 ലക്ഷം രൂപയാണോ അതോ ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ചേർത്ത് 25 ലക്ഷം ആകെയാണോ കൊടുത്തത്? ഒരാൾക്ക് 5 ലക്ഷം രൂപ വീതമാണ് കൊടുത്തത്. അതിൽ തന്നെ ഒരു 5 പേരാണ് കൊല്ലപ്പെട്ടത്. ആ 5 പേരുടെ കുടുംബത്തിൽ 4 പേരുടെ കുടുംബം മാത്രമാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. പക്ഷേ അഞ്ചാമത്തെ ആളുടെ കുടുംബം ഈ പണം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചരൽ ഫൈസൽ വ്യക്തമാക്കുന്നത്. അക്കാര്യവും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അത് വരുന്ന മണിക്കൂറിൽ നമുക്കത് പുറത്തുവിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ചരൽ ഫൈസൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ അമാന ഗ്രൂപ്പ് ഈ അപകടത്തിൽ മരിച്ച കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളതാണ്. അവർ ഈ കള്ളക്കടത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അവർ എന്തിനു സഹായിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ചരൽ ഫൈസൽ എടുത്തു പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് മുബി എന്നുള്ളതാണ്. മുബി ചെർപ്പളശ്ശേരി സ്വദേശിയാണ്. ഈ നേരത്തെ പറയാൻ വിട്ടുപോയത് ചരലും ചെർപ്പളശ്ശേരി സ്വദേശിയാണ്. ഇവർ സുഹൃത്തുക്കളാണ്. ഈ മുബിയാണ് ചരൽ ഫൈസലിനെ അമാന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഈ മുബി ഈ പണപ്പിരിവിന് ശേഷം വലിയ രീതിയിൽ വളർന്നു. അയാൾ ഒരു മുന്തിയ വാഹനമൊക്കെ എടുത്തു എന്നുള്ളതാണ് ചരൽ ഫൈസൽ പറയുന്നത്. അപ്പോൾ ഇത് വലിയ തോതിലുള്ള അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ സംഭവത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അന്വേഷണം വേണം. ഈ ഗ്രൂപ്പിന്റെ അമാന ഗ്രൂപ്പിന്റെ ഏറ്റവും അടുത്ത ആളായി പ്രവർത്തിക്കുന്നതാണോ? അതായത് ചരൽ ഫൈസലിന് സമാനമായി തന്നെ സേവനം നടത്തുന്നയാൾ? അതെ, ഇയാൾ മുബി എന്ന് പറയുന്ന ആളാണ് ചരൽ ഫൈസലിനെ അമാന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അമാന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചില ഫോട്ടോകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോയിൽ മുബിയും ഈ അമാന ഗ്രൂപ്പിലെ റഫീഖുമായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമാണെന്നുള്ളതാണ് ആ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ മുബി ഈ സംഘത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ സംഘത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ ഫോട്ടോയിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. അങ്ങനെ മുബി ആണ് ഈ പണപ്പിരിവ് അല്ലെങ്കിൽ ഈ പണം ഈ കുടുംബങ്ങളിലേക്ക് എത്തിച്ചതും. അതോടൊപ്പം തന്നെ മുബി ഈ പണത്തിൽ നിന്ന് ഒരു തുക എടുത്ത് അയാൾ സ്വന്തം കാര്യങ്ങൾ സാധിച്ചു, വലിയ രീതിയിലുള്ള വാഹനങ്ങൾ വാങ്ങി എന്നൊക്കെയാണ് ചരൽ ഫൈസലിന്റെ ആരോപണം. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന മണിക്കൂറിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയും.